നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും. ഈ വിഷയം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. അതുകൊണ്ട് തന്നെ അന്വേഷണം അതീവ ഗൗരവത്തോടെയായിരിക്കും മുന്നോട്ട് പോവുക. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല. സ്ത്രീകൾക്കെതിരെ മാനസിക വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക, ഫോൺ വഴി ഭീഷണിപ്പെടുത്തുക, പിന്തുടർന്ന് ശല്യം ചെയ്യുക തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പുകൾക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ്. എന്നാൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി മാധ്യമത്തിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പരാതികൾ ഉന്നയിച്ചവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കുവാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആരെങ്കിലും നേരിട്ട് പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ അത് സ്വീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിന് ലഭിച്ച പരാതികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ DGPക്ക് ലഭിച്ചത് 6 പരാതികളാണ്. ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രാഹുലിന്റെ ഫോൺ സംഭാഷണം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു മാധ്യമ പ്രവർത്തകയുടേതാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. കോൺഗ്രസ് മുൻ MP മകൾ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് AICCക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. ജാതിയുടെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ഈ യുവതിയുടെ പരാതി. ഇവരുമായും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ട് മൊഴിയെടുക്കും. കൂടാതെ നടി റിനി ആൻഡ് ജോർജ്, എഴുത്തുകാരി ഹണി ഭാസ്കരൻ, ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തിക തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളുടെ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ 3 പേരുടെയും മൊഴികളും രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം സജീവമായി ഇടപെട്ടിരിക്കുകയാണ്. പരാതിക്കാരുമായി നിയമത്തിന് മുന്നിൽ വരുന്നതിൽ നിന്ന് തടയാനായി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെന്ന് CPM ആരോപിക്കുന്നു. അതിജീവിതകളെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാണെന്നും CPM പറയുന്നുണ്ട്. മുൻപ് പരാതി കൊടുത്തവരുടെ അവസ്ഥ ഉണ്ടാകുമെന്നും മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ അറിയാമെന്നും ഭീഷണിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ വിഷയത്തിൽ ഭീഷണികളെ ഭയക്കുന്നില്ലെന്ന് റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഹണി ഭാസ്കറിനും സമാനമായ ഭീഷണികളെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം ഗൗരവമായി എടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സത്യം എന്തെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തുന്നവരെ നന്ദി.